ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദി ഓട്ടോ വ്ലോഗ് ചാനൽ. നമ്മുടെ പുതിയ ഫേസ് ലിഫ്റ്റഡ് ബെലീനോ സെപ്റ്റംബർ 5-ാം തീയതി ഇറങ്ങുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. 1-2 പേര് മെസ്സേജ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ സെപ്റ്റംബർ 5-ന് ഇറങ്ങുന്ന ബെലീനോ, ഫേസ് ലിഫ്റ്റഡ് ബെലീനോ, വലിയ മാറ്റങ്ങളൊന്നും, പുറമെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും എന്നാൽ വലിയ മാറ്റങ്ങളിലേക്ക് പോകാത്ത രീതിയിലാണ് ഈ ഒരു ബെലീനോ ഇറങ്ങുന്നത്. നമ്മൾ ഫ്രണ്ട് കാണുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് മാറ്റങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമ്മളിപ്പോൾ നിരത്തുകളിലുള്ള i20 ആണോ അല്ലെങ്കിൽ പുതിയ ഡിസയറിന്റെ ഒക്കെ ഒരു രൂപം നമുക്ക് പെട്ടെന്ന് തോന്നാം. പുറകുവശം നോക്കുകയാണെങ്കിൽ പഴയ i20 ഇല്ല, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ അല്ല സെക്കൻഡ് ജനറേഷൻ ഇറങ്ങിയ i20യുടെ പോലത്തെ പുറകുവശം നമുക്ക് നോക്കിയാൽ അത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ തോന്നും. നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സാധാരണക്കാരുടെ ഒരു AMD വാഹനം ഡെൽറ്റ AGS ആണല്ലോ, അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് എത്രയാണ് ഓൺ റോഡ് വില എന്നൊക്കെ ഈ വീഡിയോയിൽ പറയാം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. അപ്പൊ നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ ഒരു റീഡിസൈൻഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഗ്രില്ല് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമല്ല, വേറെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് അതിന്റെ ഈ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, 2 ഫോട്ടോയും കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിന്റെ ഹയർ ട്രിമ്മിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 16 ഇഞ്ചിന്റെ നല്ല രീതിയിലുള്ള പുതിയ അലോയ് വീല് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ സിംഗിൾ പാൻ സൺറൂഫ് ഒക്കെ ഹയർ ട്രിമ്മിലേക്ക് പോയി കാണാൻ സാധിക്കും. ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ കാണാം. പിന്നെ നമുക്ക് പ്രധാനമായിട്ടൊരു ആളുകളൊക്കെ വിചാരിച്ചതുപോലെ 3 സിലിണ്ടറേക്ക് മാറ്റുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 4 സിലിണ്ടർ നിലനിർത്തും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലതാണ്. പഴയ 4 സിലിണ്ടർ തന്നെ ഈ പുതിയ മോഡലിലും വരികയാണെങ്കിൽ ആളുകൾ കൂടുതലും അട്രാക്ട് ചെയ്യാനുള്ള ഒരു കാരണമാക്കും. ആകെ മൊത്തം റിഫ്രഷ് ആക്കി ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ്. നമുക്ക് ഈ ഫോട്ടോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഫ്രണ്ട് ബമ്പറിൽ കോസ്മെറ്റിക് ചേഞ്ചസ് ഞാൻ പറഞ്ഞ പോലെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ AGS ഒരു AMD എടുക്കാൻ ഒരു സാധാരണ ആൾക്കാർ, പ്രത്യേകിച്ചും ഈ ഒരു സിറ്റി ട്രാഫിക്കിലും ലോങ് ഒക്കെ പോകാനാണെങ്കിലും എന്നെ പോലുള്ള ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഒരു AGS AMD എടുക്കാനൊക്കെ ഉദ്ദേശിക്കും. അതും നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു വിലയിൽ അത് കിട്ടുകയും സാധിക്കുമെങ്കിൽ ആ മാരുതിയുടെ വിജയം. നമുക്ക് AGSലേക്ക് കിടക്കാം. അതായത് നമുക്ക് 6,92,000 രൂപയിൽ AGS എക്സ് ഷോറൂം വിലയിൽ ഇറക്കാൻ സാധിക്കും. അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒരു 8,70,70,000 രൂപയ്ക്കൊക്കെ ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് പോലെ ഒരു 10,000, 8,80,000 കിട്ടുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഹെഡ് ലാമ്പ് ഹാലജോൺ തന്നെ ആയിരിക്കും. അതുപോലെ ബോഡി കളേർഡ് ഡോർ ഹാൻഡിൽ ഉണ്ടാവും. അതായത് നമ്മുടെ വാഹനത്തിന്റെ കളർ ഏതാണോ ആ കളറിൽ തന്നെ ബോഡി ഡോർ ഹാൻഡിൽ കിട്ടുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ഫുൾ വീൽ കവർ ഉണ്ടാവും. വീൽ കവർ AGS ഡെൽറ്റയിൽ കൊടുക്കുന്നുണ്ട്. അതിലെ ഇന്റീരിയറിലേക്ക് വന്നാൽ MID മൾട്ടി ഇൻസ്ട്രുമെന്റൽ ഡിസ്പ്ലേ, അപ്പൊ അത് ഉണ്ടാവും. ഡിസ്പ്ലേ 7 ഇഞ്ചിന്റെ എൻഫോർടൈൻമെന്റ് സിസ്റ്റം അവർ കൊടുക്കുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സ് ആണ്. 6 എയർ ബാഗ് ഉണ്ടാവും. പിന്നെ ഡ്യുവൽ ടോൺ ഇന്റീരിയർ ഇതിനകത്ത് കിട്ടും. അത് പ്ലസന്റിംഗ് ആണ്. പിന്നെ റിയർ സീറ്റ്, അതുപോലെ ഫ്രണ്ട് സീറ്റ് ആണെങ്കിലും ഹെഡ് റെസ്റ്റ് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരു പ്രീമിയം ഇന്റീരിയർ വേണം. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു പ്രീമിയം ഇന്റീരിയർ കിട്ടാൻ വേണ്ടി ഹെഡ് റെസ്റ്റ് വളരെ അത്യാവശ്യമാണ്. പാഴ്സൽ ട്രേ അവർ കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് AGS ഡെൽറ്റയുടെ കാര്യം കേട്ടോ. അതായത് സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റയുടെ കാര്യമാണ് പറയുന്നത്. സാധാരണക്കാര്, പ്രത്യേകിച്ച് സ്ത്രീകളും നമ്മൾ പുരുഷന്മാരും ഒക്കെ പെട്ടെന്ന് നോക്കുന്ന ആ ഒരു വേരിയന്റ് ആണ്. അതായത് കൂടുതൽ ഇറങ്ങാൻ സാധ്യതയുള്ള വേരിയന്റ് ആണ്. ഇപ്പൊ കൂടുതൽ ഇറങ്ങുന്ന വേരിയന്റുമാണ്. പിന്നെ സേഫ്റ്റിയിലേക്ക് വന്ന 6 എയർ ബാഗ്, ബാക്ക് സെൻസേഴ്സ് ഉണ്ടാവും. ബാക്ക് ക്യാമറ, റിയർ ക്യാമറ ഈ ഒരു സെക്കൻഡ് വേരിയന്റിൽ ഇല്ല കേട്ടോ. അത് നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ ഫിറ്റഡ് ആക്കി ഇറക്കാം. പിന്നെ കംഫോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ AC ഐഡിയൽ സ്റ്റാർട്ട് സ്വിച്ച് ഓഫ് ഉണ്ട്. അതായത് നമ്മളൊരു പാർക്കിങ്ങിൽ നിർത്തുകയാണെങ്കിൽ, ഒരു സിഗ്നലിൽ നിർത്തുകയാണെങ്കിൽ AC ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആണ്. പിന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുമ്പോൾ വീണ്ടും AC ഓൺ ആയി വരും. അപ്പം അതൊരു നല്ല ഒരു സംഭവം തന്നെയാണ്. കാരണം കുറച്ചുകൂടെ മൈലേജ് ലാഭിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ORVM, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ORVM ആണ്. സൈഡ് മിറർ, പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോള്, നമുക്ക് ഓഡിയോ ഓൺ ആക്കാനും അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ആവശ്യത്തിനുള്ളത് നമുക്ക് ഈ സ്റ്റിയറിംഗിൽ തന്നെ കിട്ടും. അതുപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞു, 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വിത്ത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ,
പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡെൽറ്റ AGS അത്യാവശ്യ സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അല്ലേ. ഇനി ടോപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിലാണ് അതിനകത്ത് ആംബിയൻ ലൈറ്റിംഗും പ്രൂഫും ഇതെല്ലാം കിട്ടുന്നത്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം അല്ലേ. നമുക്കിപ്പോൾ വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ അലോയിലൊക്കെ ഇട്ടുകൂടെ. എന്തായാലും ബാക്ക് ക്യാമറ വേണം, അത് അത്യാവശ്യമാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ യൂസ് ചെയ്യുമോ നമ്മൾ, എനിക്ക് തോന്നുന്നില്ല. ഞാനൊന്നും യൂസ് ചെയ്യില്ല. നിങ്ങൾക്ക് യൂസ് ചെയ്യുമെങ്കിൽ മാത്രം ഇതിന്റെ ഹയർ വേരിയന്റിലേക്കൊക്കെ പോവുക. അല്ലെങ്കിൽ ഈ ഒരു 8,70,000 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു വാഹനം അതിന്റെ AGS ഇറക്കാൻ സാധിക്കും. ഇനി മാനുവൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു 7,50,000 രൂപയ്ക്കൊക്കെ ഇറക്കാൻ സാധിക്കും അതിന്റെ ഒരു ബേസ് മോഡൽ. എന്നിട്ട് അതിന്റെ നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡെൽറ്റ AGSനൊപ്പം ഓൺ റോഡ് 8,50,000 രൂപയുടെ ഉള്ളിൽ ഇറക്കാൻ സാധിക്കും. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഓഫർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിഡക്ഷൻ ഉണ്ടാകും. ഇത്രയുള്ള വീഡിയോ മറ്റു കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഓൾ ദ ബെസ്റ്റ്.